10ാം ക്ലാസ് മുതലുള്ള കൂട്ടാണ് ഇരുവരും. ആരോടും അധികം അടുപ്പമൊന്നുമില്ലാത്ത മീരയുടെ ലോകത്തേക്ക് ഇടിച്ചു കയറി വന്ന അവൾക്ക് അത്രയും പ്രിയപ്പെട്ട സൗഹൃദമായവളാണ് ധ്വനി. ശരിക്കും പറഞ്ഞാൽ മീരയുടെ ബോഡി ഗാർഡെന്ന് പറയാം. മീരയുടെ വീടിനടുത്ത് തന്നെയാണ് ധ്വനി. അച്ഛനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് റിട്ടയർഡ് ആയതിനു ശേഷമാണ് മീരയുടെ വീടിനടുത്തുള്ള വീട് വാങ്ങുന്നതും അവിടെ താമസമാക്കുന്നതും. മീരയുടെ മുത്തശ്ശിയുമായി അമ്മ കൂട്ടായത് വഴിയാണ് തങ്ങൾ ഒരിക്കൽ അവിടേക്ക് ചെല്ലുന്നത്. അന്നാണ് മീര ആദ്യമായി കാണുന്നത്. ആരും നോക്കി നിന്നു പോകുന്ന ഒരു സുന്ദരി കൊച്ച്. നന്നായി പഠിക്കും, നൃത്തം ചെയ്യും. എന്തെങ്കിലും ചോദിച്ചാൽ ഒരു ചിരിയും മൂളിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കിലും മറുപടി ഒതുക്കുന്നവൾ. ആദ്യ കാഴ്ചയിൽ തന്നെ സ്കൂൾ ടീച്ചറായിരുന്ന അമ്മയുടെയും ബുജിയായിരുന്ന ഏട്ടൻ്റെയും സ്ട്രിക്റ്റ് ആയിരുന്ന അച്ഛൻ്റെയും ഗുഡ് ബുക്കിൽ കയറി പറ്റിയിരുന്ന പെണ്ണ് പിന്നെ പതുക്കെ തൻ്റെ ഹൃദയത്തിൽ ഒരു സൗഹൃദമായി. ധോനി ഒരു ചിരിയോടെ ഓർത്തു. ആരെയും ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും നോവിക്കാത്തൊരു പാവം പെണ്ണ്. മുത്തശ്ശിയിൽ നിന്ന് അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ആ ഇഷ്ടം കൂടിയതേയുള്ളൂ. അമ്മയ്ക്കുള്ള മരുമകളായിട്ട് വേണമെന്ന ആഗ്രഹമാണിപ്പോൾ. തനിക്ക് മോഹം തന്നെയാണ് ഏട്ടൻ്റെ ഭാര്യയായി തൻ്റെ ഏട്ടത്തിയമ്മയായി അവൾ വരുന്നത്. ഒരിക്കൽ ആഗ്രഹമേറി ഏട്ടനോട് ചോദിച്ചു അവളെ കെട്ടുപോകുന്നു. ഗൗരവക്കാരനായ ഏട്ടൻ്റെ മുഖത്തുള്ള പുഞ്ചിരിയായിരുന്നു തനിക്കുള്ള മറുപടി. കൂടെ ആ അമ്പോറ്റി കുഞ്ഞിനെ ആരും കൊത്തിക്കൊണ്ടു പോവാതെ നോക്കിക്കോണേ എന്നൊരു ഉപദേശവും. അന്നു മുതൽ ഒരു കാക്കക്കും പൂച്ചയും കൊടുക്കാതെ കാവൽ നിൽപ്പാണ് താൻ. നീ ഇത് എഴുതുന്നില്ലേ? ഇന്ന് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ മിസ് വഴക്ക് പറയും പൊന്നു. പതിയെ പെണ്ണത് ചോദിക്കുമ്പോൾ അവളെയും നോക്കി താടിക്ക് കൈയും കൊടുത്തിരുന്ന ആലോചനയിലായിരുന്ന ധ്വനിയും ഒന്ന് ഞെട്ടി. എന്തുപറ്റി? ഒന്നുമില്ല എൻ്റെ പൂച്ചക്കുട്ടി, നിന്നെങ്ങനെ നോക്കിയിരിക്കാൻ വല്ലാതെ ചേലാടി. ഞാൻ പോലും ചിലപ്പോൾ ഒന്ന് പ്രേമിച്ചു പോകും. സംശയത്തോടെ നോക്കുന്നവളുടെ മൂക്കിൽ പതിയെ ഒന്ന് നുള്ളിക്കൊണ്ട് ധ്വനി പറഞ്ഞതും മീരയൊന്ന് പുഞ്ചിരിച്ചു. അയ്യോ, ഈ പെണ്ണിനെ എവിടെ തൊട്ടാലും ചോക്കും. പതിയെ നുള്ളിവിട്ട മൂക്കിൻ തുമ്പിൽ ചുവന്നത് കണ്ടതും ഒന്ന് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ധ്വനി ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പോഴും ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ മീര. 2 ദിവസങ്ങൾ കൂടി പതിവ് പോലെ കടന്നുപോയി. കോളേജിൽ നടക്കുന്ന ഫിലിം ഷൂട്ടിനെ കുറിച്ച് തന്നെയായിരുന്നു അധിക ചർച്ചയും. എല്ലാവരുടെയും ഡ്രീം ഹീറോ ദി ഗ്രേറ്റ് അട്രിക് ആദം ജോണിനെ കാണാനുള്ള ആകാംക്ഷയും ആവേശവും പേറി ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇവരും കാത്തിരുന്നു. മീര മാത്രം അവളുടെ ലോകത്ത് തന്നെയായിരുന്നു. ഇതിലൊന്നും യാതൊരു താല്പര്യവും അവൾ പ്രകടിപ്പിച്ചതുമില്ല. എത്രയൊക്കെ പതുങ്ങിയ സ്വഭാവമാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അത്രയും ഇഷ്ടമായിരുന്നു അവളെ. വന്ന ദിവസങ്ങളിലെല്ലാം സീനിയേഴ്സിന്റെ റാഗിങ്ങിൽ നിന്നൊക്കെയും എല്ലാവരും കൂടി രക്ഷിച്ചുകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് നടക്കുന്ന അവരുടെ പൂച്ചക്കുട്ടിയാണ് അവൾ. ആൺകുട്ടികൾ പലർക്കും ആരാധനയും പ്രണയവും ക്രഷുമൊക്കെയാണ് പെണ്ണിനോട്. മിക്ക ദിവസങ്ങളും പ്രപ്പോസൽസും ഉണ്ടാവാറുണ്ട്. ഇതിൽ നിന്നൊക്കെ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോരുന്ന ധ്വനി. വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഏട്ടനോട് പറഞ്ഞു കൊടുത്ത് അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന ധ്വനിയുടെ മറ്റൊരു സന്തോഷം. തനിക്ക് ചുറ്റും നടക്കുന്ന ഇതുപോലുള്ള പലതും മീര അറിഞ്ഞിരുന്നില്ലെന്നാണ് സത്യം. ധ്വനി എങ്ങനെയാണോ ദൈവികിനെ കാണുന്നത് അതുപോലെ തന്നെയായിരുന്നു മീരയുടെ മനസ്സിൽ അവന്റെ സ്ഥാനം. ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം ആരോടും കാണിക്കാത്തവൾ ദൈവികിന്റെ കണ്ണിലെ പ്രണയം ഇന്നും തിരിച്ചറിഞ്ഞില്ലെന്നാണ് മറ്റൊരു സത്യം. നീ വരുന്നില്ലേ പൂച്ചക്കുട്ടി? താഴെ ഷൂട്ടിംഗ് തുടങ്ങി, നമുക്ക് പോയി കണ്ടിട്ട് വരാന്നേ. ആരാധിക്കുന്ന പ്രിയ നടനെ കാണാനുള്ള മോഹത്തിലും ആവേശത്തിലും ധ്വനി പറഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 2 ദിവസമായെങ്കിലും ഇന്നാണ് ഹീറോയുടെ എൻട്രി. ഗ്രൗണ്ട് മുഴുവൻ സ്റ്റുഡൻസിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അട്രിക്കിന്റെ ബ്ലാക്ക് ഗാർഡ്സ് അവന് മുന്നേ തന്നെ സേഫ്റ്റി ഉറപ്പുവരുത്തിനും മറ്റുമായി സ്റ്റുഡൻസിനെ വളഞ്ഞിട്ടുണ്ട്. ഞാനില്ല പൊന്നു, അവിടെ ഭയങ്കര തിരക്കാ. എൻ്റെ പെണ്ണെ, എനിക്ക് ഇത്രയും വികാരങ്ങളൊന്നുമില്ലേ? ഇത്രയും ഭംഗിയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ടർ ഇവിടെ നമ്മുടെ കോളേജിൽ വന്നിട്ട് പോലും ഒന്ന് കാണാൻ പോലും തോന്നിയില്ല. ധോനി അത്ഭുതത്തോടെ ചോദിച്ചും അതിന് മറുപടി പറയാതെ നുണക്കുഴി കാണിച്ചെന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ മീര. അല്ലെങ്കിൽ എൻ്റെ പൂച്ചക്കുട്ടി അങ്ങോട്ട് വരാത്താ നല്ലത്. ആ ഡയറക്ടർ എങ്ങാനും കണ്ടാലേ ഇപ്പോഴത്തെ ആ പൊട്ടിപ്പൂത്തിനെ പിടിച്ചു മാറ്റി എൻ്റെ ഈ മാലാകപ്പെണ്ണിനെ കൊണ്ടുപോയി വെക്കും. അതോടെ മോളിരുന്ന് പഠിക്കും. ധോനി തന്നെ ചോദ്യം ഉത്തരമെല്ലാം കണ്ടെത്തി മീരയുടെ കവിളിൽ പതിയെയും തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. അവള് പോകുന്നത് നോക്കിയിരുന്നൊരു പുൻസിരിയോടെ മീരയും കയ്യിലെ ബുക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഇതേ സമയം ഗ്രൗണ്ടിൽ പൊടി പറത്തിക്കൊണ്ട് ബ്ലാക്ക് BMW വന്ന് നിന്നു. ചുറ്റുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം ആവേശത്തോടെയും ആർപ്പ് വിളികളുടെയും കാറിലേക്ക് ഉറ്റുനോക്കി. ഫോണിൽ വീഡിയോ ഓൺ ചെയ്തു വെച്ചിരുന്ന ഭൂരിഭാഗം പേരും കാർ കണ്ടതേ ചുറ്റും നിന്ന ഗാർഡ്സ് വലയം തീർത്ത് കഴിഞ്ഞിരുന്നു. ഇന്ത്യയൊട്ടാകെ ആരാധകരുള്ള ആക്ടറാണ്. മലയാളം, ഹിന്ദി, തെലുഗു, കന്നഡ എന്നിങ്ങനെ നിരവധി ഭാഷകളിൽ നായകനും വില്ലനുമൊക്കെയായി തന്റെ അഭിനയ വിസ്മയം കാഴ്ചവെച്ച ഗ്രേറ്റ് സ്റ്റൈലിഷ് ആക്ടർ അട്രിക് ആദം ജോൺ. ആരെയും മയക്കുന്ന ചിരിയുമായി അവൻ ഗാർഡ് തുറന്നെടുത്ത ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങിയതും വലിയൊരു ആരവത്തോടെ ആ ക്യാമ്പസ് ഒന്നാകെ അവന് സ്വീകരിച്ചിരുന്നു. AJ എന്ന ആർപ്പ് വിളികളും ആരാധനാ പുരുഷനെ നോക്കിയെങ്കിലും കാണാനുള്ള മോഹവുമായി തടിച്ചുകൂടിയ വിദ്യാർത്ഥികൾക്ക് നിറഞ്ഞ പുഞ്ചിരിയുമായി കൈയുയർത്തി കാണിച്ചിരുന്നു AJ. പുറത്തെ വലിയ ശബ്ദം കാതിൽ പതിച്ചതും കയ്യിലെടുത്ത ബുക്കിലേക്ക് ശ്രദ്ധ പതിച്ചു വെക്കാനാവാതെ അവളും പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. വരാന്തയിൽ അങ്ങിങ്ങായി കൂട്ടം കൂടിയെന്ന് താഴേക്ക് നോക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഗ്രൗണ്ടിലാണ്. എല്ലാവരുടെയും ആവേശവും ആഹ്ലാദവും കാണി അവൾ ഒരു നിമിഷം താഴെ ഗ്രൗണ്ടിലേക്കൊന്ന് എത്തി നോക്കി.
ബ്ലാക്ക് വസ്ത്രം ധരിച്ച് ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുന്ന ആ വലിയ രൂപത്തെ തെല്ലൊരു അത്ഭുതത്തോടെ മീരയും കണ്ടു നിന്നു. എല്ലാവരും അത്രയും ആകാംക്ഷയോടെ ആരാധനയോടെ കാണുവാൻ കാത്തിരുന്ന വ്യക്തിയെ മീരയും ആദ്യമായി ഒരു നോക്ക് കണ്ടു. ചിരിക്കാതെ മസിൽ പിടിച്ച് നിൽക്കുന്ന ഗാർഡ്സിന് നടുവിൽ കണ്ണുകൾ പോലും പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ വലിയ രൂപത്തിന് ഒത്തിരി ഭംഗിയുള്ളതായി തോന്നി അവൾക്കും. നേരത്തെ ഒരു ചിരിയോടെ നോട്ടം വെട്ടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അറിയാതെ അവൻ്റെ നോട്ടവും ഒരു വേള അവിടേക്ക് നീണ്ടിരുന്നു. കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കൊതിപ്പിക്കുന്ന ആ സുന്ദര രൂപം അപ്പോഴേക്കും അവൻ്റെ കണ്ണിൽ പെടാതെ മറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഔ, എന്ത് രസമെന്നറിയ ഏജയെ കാണാൻ. കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ഭംഗി. വെളുത്ത് ചുവന്ന്. ഈശ്വര, അങ്ങന്റെ ബോഡി ഗാർഡെങ്കിലും ഒന്ന് ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആഹാരത്തിന് മുമ്പിലിരുന്ന് ഏജയെ കുറിച്ച് വർണ്ണിക്കുന്നവളെ മുഖം ചുളിച്ചൊന്ന് നോക്കിപ്പോയി മീര. അയാളെ കണ്ടുവന്നിട്ട് ഇത് എത്രാമത്തെ തവണയാണ് പറയുന്നതെന്നൊരു ബോധം പോലും ഉണ്ടായിരുന്നില്ല ധ്വനിക്ക്. എന്റെ പൂച്ചക്കുട്ടി, നീ ഒന്ന് കാണായിരുന്നു. എന്താ സ്റ്റൈല്. ഞാൻ കണ്ടു. എപ്പോ? നിങ്ങളൊക്കെ അയാളുടെ പേര് വിളിച്ച് ഒച്ചയുണ്ടാക്കിയില്ലേ, അപ്പൊ ഞാനും പുറത്തേക്ക് വന്നായിരുന്നു. ആണോ? എന്നിട്ട് നീ എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന എന്റെ പൂച്ചക്കുട്ടി? അയാളെ കണ്ടിട്ടൊന്നും തോന്നിയില്ലേ നിനക്ക്? ധ്വനി ചോദിച്ചത് എല്ലാവരും സംശയത്തോടെ മുഖമുയർത്തി നോക്കി മീര. എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കെന്ത് തോന്നാനാ? അയാളെ കാണാൻ നല്ലതാ, ഭംഗിയുണ്ട്. അഭിനയം എനിക്കറിയില്ല, ഞാനങ്ങനെ സിനിമയൊന്നും കാണാറില്ലല്ലോ. എന്റെ ചോദ്യം ഞാൻ തിരിച്ചെടുത്ത്. എന്റെ കുഞ്ഞേ, എന്റെ കൊച്ചിന് ഇതൊന്നും മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. ധ്വനിയൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതും അതിനൊന്ന് പുഞ്ചിരിച്ചു പെണ്ണ്. അത്രയും ഇഷ്ടം തോന്നിപ്പോയി ധ്വനിക്ക് അവളോട്. ഹേയ് ഏജെ, ഹൗ ആർ യു? ഷോർട്ടിന് ശേഷം ക്യാരവാനുള്ളിലേക്ക് കയറിയിരുന്ന ആദത്തിന്റെ അരികിലേക്കായി വന്നിരുന്നുകൊണ്ട് റീനെ വിളിച്ചതും വശ്യമായ ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിലും വിരിഞ്ഞു. അതേ ശരിയോടെ അവളുടെ കയ്യിലായി പിടിച്ചു വലിച്ച് തന്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ടവൻ ചായം പൂശി അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. വല്ലാത്തൊരാസക്തിയോടെ അവൻ ഇറുകെ പുണർന്നു റീന. ഉരുക്ക് പോലുള്ള അവന്റെ ശരീരം, അതിൽ നിന്ന് വമിക്കുന്ന വശ്യമായ സുഗന്ധം. ഒരുതരം ഉന്മാദാവസ്ഥയിൽ എത്തിയിരുന്നവൾ, തന്നിലാകമാനം അലയുന്ന ദൃഢമായ കൈകൾ നേരിയ വസ്ത്രത്തിനുള്ളിലൂടെ പാഞ്ഞു കയറി മാറിനെ ഞെരിച്ചുകൊണ്ട് മുറുകുമ്പോൾ ഇനിയും മതിവരാതെ അവനിലേക്ക് ചേർന്ന് നിന്നവൾ ഒരു കൈയാൽ മാറിനെ ഞെരിച്ചുകൊണ്ട് അവൻ്റെ മറുകെ അവളുടെ തുടയിടുക്കിലേക്ക് പാഞ്ഞു കയറുമ്പോൾ ഉടലൊന്നാകെ വെട്ടിവിറച്ചുകൊണ്ട് പിടഞ്ഞു പോയവൾ. സർ, ഒരു നിമിഷം എന്തൊക്കെയോ മോഹിച്ച ശരീരത്തിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഡോറിൽ തട്ടി വിളിച്ചുകൊണ്ടുള്ള PA ശർമ്മയുടെ വിളി വന്നതും നിരാശയോടൊന്ന് മുഖമുയർത്തി നോക്കിയവൾ. അലസമായി ഒന്ന് നോക്കിക്കൊണ്ട് തന്നിലെ പിടിവിട്ട് എഴുന്നേറ്റ് പോകുന്നവനെ അങ്ങേയറ്റ നിരാശയിലും തെല്ലൊരു കൗതുകത്തോടെയും നോക്കി നിന്നുപോയി റീന. ഏജെ, എന്താ ഇത്? നമ്മൾ അകലാതിരിക്കാൻ മാത്രം എന്നെ മോഹിപ്പിക്കുന്നൊന്നും നിന്നിലില്ല റീന. സോ ജസ്റ്റ് ലീവ് ഫ്രം ഹിയർ. അത്രയും പറഞ്ഞ് മിററിലേക്ക് ഒരിക്കൽ കൂടി നോക്കി ഡോർ തുറന്ന് പുറത്തേക്ക് പോകുന്നവനെ അമർഷത്തോടെയും ദേഷ്യത്തോടെയും നോക്കി നിന്ന് പോയിരുന്നവൾ. റീനയുടെ സൗന്ദര്യത്തിനേറ്റ അടി തന്നെയായിരുന്നു ആ വാക്കുകൾ. ആക്ടർ ഏജയാണെന്നറിഞ്ഞ നിമിഷം മുതൽ ഉള്ളിൽ ആഗ്രഹിച്ചു കൂട്ടിയ പല മോഹങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് വെറുതെ ആയതുപോലെ. മാം, ഷോട്ട് റെഡിയാണ്. പുറത്തു നിന്ന് വന്നുകൊണ്ട് അവിടെ PA പറഞ്ഞതും ഉള്ളിൽ തോന്നിയ ദേഷ്യവും നിരാശയും മറച്ചു വെച്ചുകൊണ്ട് അവളും പുറത്തേക്ക് പോയി. സർ, ഇനിയുള്ള സീനിൽ ലൈബ്രറിയിൽ വെച്ചാ അതിവിടെയുള്ള സ്റ്റുഡൻസിനെ തന്നെ വെച്ച് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഡയറക്ടർ വിശാൽ പറഞ്ഞതും അതിന് സമ്മതം അറിയിച്ചുകൊണ്ട് തന്നെ ഡയലോഗ്സിലേക്ക് മിഴികൾ പായിച്ചവൻ. ഒരു കോളേജ് റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് ഉടനീളം ഷൂട്ട് കോളേജിൽ തന്നെ വെച്ചാണ് ഷൂട്ട്. ലൈബ്രറിയിൽ അപ്പോൾ ഒരു സ്റ്റുഡൻസിനെ ഒന്നും അവിടെ നിന്ന് മാറ്റാതെ തന്നെയായിരുന്നു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത്. 4-5 കുട്ടികൾ മാത്രമേ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ വായി നോക്കുന്നവരെല്ലാം ആ നിമിഷം ലൈബ്രറിയിൽ കയറാതെ പോകുന്നതിന് നിരാശ തോന്നിപ്പോയിരുന്നു. എന്റെ പൂച്ചക്കുട്ടി വിളിച്ചപ്പോൾ കൂടെ പോയാൽ മതിയായിരുന്നു, ധോനി ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. മീര അവിടെയാണുള്ളത്? ആർദ്ര അത്ഭുതത്തോടെ ചോദിച്ചു. ധോനി അതേന്ന് തലയാട്ടി. ഇരുവരും തെല്ലൊരു ആകാംക്ഷയോടെയായിരുന്നു നിന്നത്. ലൈബ്രറിയിലേക്ക് മറ്റാർക്കും തന്നെ കയറാൻ കഴിയാത്ത വിധം AJയുടെ ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. മാം വന്ന് ഷൂട്ടിനെ കുറിച്ച് പറഞ്ഞു മുതൽ വാടിപ്പോയതാണ് മീരയുടെ മുഖം. ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ആരെയും എതിർത്ത് ശീലമില്ലാത്തവൾ അനുസരണയോടെ കയ്യിലെടുത്തു വെച്ച ബുക്കുമായി ഇട്ടിരിക്കുന്ന ബെഞ്ചിലേക്ക് ഇരുന്നു.